എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെയാണ്. വെയിറ്റിംഗ്. നോക്കാം എത്ര നേരം പോകും നോക്കാം. ഒരു ഇതൊക്കെ എത്താമ്പം തന്നെ ഒരു പാർസലൊക്കെ എക്സിറ്റ് ചെയ്ത് ഇറങ്ങി ഹോൾഡ് ചെയ്യും. അതാണ് പ്ലാൻ. നോക്കാം ഇനി എങ്ങനെ പോകുന്നു. ബ്രോ ഹോളി ഷിറ്റ് ബ്രോ. വൈ ബ്രോ ഇവിടെ നിന്ന് റീ എൻട്രി അടിച്ചാൽ മതിയായിരുന്നു. ഫോർട്ടീന് കഴിഞ്ഞ് സെൻ്റൊന്നുമില്ല. കിടിലം കിട്ടി ചേട്ടാ. പേഷ്യൻസ് പ്ലസ് മനസ്സിലായില്ല. അതാണ് നല്ല രസമുണ്ട് കേട്ടോ. മജ ആകിയ ബ്രദർ, മജ ആകിയ. സത്യമായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. വേറെ ലെവലാ. റിയലി ഇനി ഇത് വീണ്ടും എൻ്റെ അടുത്ത് വരെ പോയിട്ട് വീണ്ടും തിരിച്ചു വരുമോ? പക്ഷെ അത്രയും താങ്ങണ്ട, ഗഡ്സ് വേണം. അതാണ് വിഷയം. സൂപ്പർ ട്രൈഡായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അതുകൊണ്ട് റിയലി സൂപ്പറായിരുന്നു. ഫുഡ് റെഡി ആയി കേട്ടോ. അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം 25 പോയിൻറ്റോളം കുറച്ചിട്ട് പോയി മൊബൈലും ചാർജ് ചെയ്തു. മാസത്തെ വൈഫൈ തീർന്നു. അതുകൊണ്ട് കട്ട ഷോക്കായിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. കട്ട ഷോക്കാണ് കേട്ടോ. ഇൻ്റർനെറ്റ് തീരും. ഇൻ്റർനെറ്റ് നോട്ട് അവൈലബിൾ. രാവിലെ ആകുമ്പോൾ റെഡിയാക്കും. രാവിലെ ഒന്ന് വിളിച്ച് ഇൻഫോം ചെയ്യാം. എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു പാർസൽ എക്സൈറ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക. അത് തന്നെ SL അടിച്ച് ചേട്ടാ. സെറ്റ് SL എന്ന് ടാർഗറ്റ് കംപ്ലീറ്റ്. കുഴപ്പമില്ല കേട്ടോ. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. നേരെ ഇറങ്ങാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. നേരെ കോളെത്തു. മനസ്സിലായില്ല. ഇപ്പം നേരത്തെ നേരം വിളക്കും പറഞ്ഞോളൂ. ഇപ്പം നേരത്തെ നേരം വിളക്കും. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രാത്രി കുറവാ. 6-7 മണി വരെ സൂര്യനും കാണും. അതായത് പ്രകാശം. നേരത്തെ 5-5:30 ആകുമ്പോൾ നല്ല പ്രകാശമായിട്ട് കിടക്കും. ആകാശമൊന്നും കാണാൻ കൊള്ളൂല. അതുകൊണ്ട് ഇനിയിപ്പോൾ ചെടിയൊക്കെ ഒന്നാക്കി സെറ്റാക്കട്ടെ. അയ്യോ ഇത് തന്നെ സൈസ് കേട്ടോ. ഇതിലേത് ഫസ്റ്റ് ടൈം ടെസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. ഇൻചാർജ് പോകും. ഒമാനി ഓപ്പറേറ്റർ. ലൈക്ക് നമ്മളെ ഫുള്ള് ഏകദേശം നെറ്റ് വെള്ളം പുള്ളിയാണ് നോക്കണം. കുടിക്കേണ്ട വെള്ളം ഉണ്ടല്ലോ, അങ്ങനത്തെ എല്ലാ കാര്യം പുള്ളിക്കാരനാണ് നോക്കണം. ഞാൻ അടുത്ത് പോയി മൊബൈലൊക്കെ ചാർജ് ചെയ്ത് സെറ്റാകും. പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. കൊണ്ടുവന്നു കേട്ടോ. സെറ്റാണ്. യൂണിഫോം ഹെൽമെറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് പിന്നെ അവർ പോകാൻ ഒരു മടി. ഞാൻ പിന്നെ ഫുഡും വെച്ചിരിക്കുകയല്ലേ. ഈ സമയത്തൊക്കെ നല്ല ചെക്ക് ചെയ്യും ക്യാമറയൊക്കെ. അതുകൊണ്ട് പിന്നെ എല്ലാം ഇട്ടുകൊണ്ട് പോകണം. ഷൂവും തൊപ്പിയൊക്കെ വെക്കണം. അങ്ങനെയൊക്കെ എറിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് കിടക്കാം. അതാണ് നല്ലത്. ഫുഡ് റെഡി ആയി കേട്ടോ. നേരെ ഡ്യൂട്ടി കയറാണ് കേട്ടോ. പമ്പ് വന്നു. ഞാൻ അത് പോയി നോക്കട്ടെ എന്താണ്. സൺസെറ്റിൻ്റെ സമയം പറയാം കേട്ടോ. 9 കേട്ടോ. അനാലിസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ടൈമായി പറഞ്ഞേ ഉള്ളൂ. തന്നെ കേട്ടോ. എല്ലായിടം പോയി ഒന്ന് ചെക്കൊക്കെ ചെയ്തു. നെറ്റിൻ്റെ ഫോട്ടോ ഒക്കെ കുഴപ്പമില്ല കേട്ടോ. സെറ്റൊക്കെ ഇവിടെയും കുഴപ്പമില്ല കേട്ടോ. കോർഡിനേഷൻ്റെ കൂടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എന്തിന് എല്ലാവർക്കും ഇപ്പോൾ ഈദ് മുബാറക് അഡ്വാൻസ്ലി. നാളെയും തോന്നുന്നു. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ചോളാം കേട്ടോ. നമുക്ക് ട്രാപ്പിടാ ഇന്നോണ് ഇവിടെയൊക്കെ വന്നോണ്ട് അങ്ങനെയൊക്കെ ദോഷമൊക്കെ ഉണ്ടെന്നറിയാം. ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ അത്. അയ്യോ ഇനി അടുത്ത് പോയി എല്ലാ മീറ്ററിൻ്റെ ഒക്കെ ഫോട്ടോ ഒരു സെറ്റാകണം. പിന്നെ ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അടിപൊളി ഒറ്റ മൂവ്മെൻറ്റ് കിട്ടി. ഇന്ന് ഇതുവരെ എടുത്തിട്ടില്ല. അനാലിസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഒരെണ്ണം കിട്ടിയായിരുന്നു. പിന്നെ അത് ഇനി വലിയ ശ്രദ്ധയില്ലായിരുന്നു. മനസ്സിലായോ? ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഓടി കൈയൊക്കെ വേദനിക്കുന്നു. ആ സ്റ്റെപ്പ് ഇറങ്ങി ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ഇനി വീണ്ടും ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതിനെ പോയി മീറ്ററിൻ്റെ ഒക്കെ ഫോട്ടോ സെറ്റ് ആകട്ടെ. ഫോട്ടോ എടുത്താൽ മതി കേട്ടോ. ബാക്കി സെറ്റാണ്.
ട്രേഡിങ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാം ഓവറാണ്. ഓക്കെ, നേരത്തെ വലുതായിട്ടൊന്നുമില്ല പരിപാടി. ഈ എഡിറ്റിങ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അത് ഒന്ന് ഇന്നേറ്റ് കൂട്ടിനെ ശേഷം അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, കാരണം ഞാൻ അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല. നോക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. അതൊക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.